എന്നാലും VD സതീശൻ സാർ ആവണമെന്നാണ് എനിക്കൊരു ആഗ്രഹം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള MLA മാരുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും UDF. അത്തരത്തിലുള്ളൊരു സജീവം ആരൊക്കെയായിരിക്കും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്, ആരൊക്കെയാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത് എന്നിങ്ങനെയുള്ള ചർച്ചകളിലാണ്. പക്ഷെ നമ്മളിപ്പോൾ കോഴിക്കോടിൽ ഒരു ഗോതമ്പ് റോഡ് എന്ന സ്ഥലത്ത് മുഹമ്മദ് തസീം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കൊപ്പമാണ്. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഇനി 6ാം ക്ലാസ്സിൽ കയറി പോവുകയാണ്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടെ ഈ MLA മാരുടെ പേരാണ് ഇപ്പോൾ അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ എത്രത്തോളമാണ് അവൻ്റെ ഒരു ഓർമ്മശക്തി എന്നല്ലേ. അവന് കോഴിക്കോട് ജില്ലയാണല്ലേ അത്. കോഴിക്കോട് ജില്ലയിലെ MLA മാരെന്ന് പറഞ്ഞു നോക്കാവോ? വടകര KK രമ, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, നാദാപുരം KM അഭിജിത്ത്, കൊയിലാണ്ടി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ബാലുശ്ശേരി VT സൂരജ്, എലത്തൂര് വിദ്യാ ബാലകൃഷ്ണൻ, കോഴിക്കോട് നോർത്ത് അഡ്വക്കേറ്റ് K ജയന്ത്, കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, ബേപ്പൂർ PA മുഹമ്മദ് റിയാസ്, കുന്നമംഗലം MA റസാഖ്, കൊടുവള്ളി PK ഫിറോസ്. അപ്പോൾ ഇത് മോൻ്റെ ജില്ലയാണല്ലോ, നമുക്ക് കുറച്ച് ദൂരെയുള്ള ജില്ലയിലേക്ക് പോവാം. തിരുവനന്തപുരം ജില്ലയിലെ MLA മാരെന്ന് പറഞ്ഞു നോക്കിയേ. വർക്കല V ജോയ്, ആറ്റിങ്ങൽ OS അംബിക, ചിറയിൻകീഴ് രമ്യ ഹരിദാസ്, നെടുമങ്ങാട് GR അനിൽ, വാമനപുരം S മുഹമ്മദ് സുധീർ ഷാ, കഴക്കൂട്ടം V മുരളീധരൻ, വട്ടിയൂർക്കാവ് K മുരളീധരൻ, നേമം രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം CP ജോൺ, പാറശാല CK ഹരീന്ദ്രകുമാർ, നെയ്യാറ്റിൻകര N ശക്തൻ. ഈ മുഖ്യമന്ത്രി ആവാൻ പലവരുടെ പേരും പറയുന്നുണ്ട്. 3-2 പേര് ചോദിച്ചാൽ മണ്ഡലം പറഞ്ഞു തരാമോ? VD സതീശൻ ഏത് മണ്ഡലത്തിൽ നിന്നാണ്? പറവൂർ. അല്ലേ. രമേശ് ചെന്നിത്തലയോ? ഹരിപ്പാട്. BJPക്ക് എത്ര MLA മാരുണ്ട്? കുറച്ച് പേരല്ലേ ഉള്ളൂ? 3 ആൾക്കാർ. ഏതൊക്കെ പേര് മണ്ഡലം പറയാമോ? ചാത്തന്നൂർ BB ഗോപകുമാർ, കഴക്കൂട്ടം V മുരളീധരൻ, നേമം രാജീവ് ചന്ദ്രശേഖർ. നമുക്കൊരു ചെറിയ ജില്ല വയനാട് ജില്ല നോക്കിയാലോ? വയനാട് എത്ര MLA മാരുണ്ട്? വയനാട് 3 MLA. പേര് പറയാമോ? മാനന്തവാടി ഉഷ വിജയൻ, സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ, കൽപ്പറ്റ T സിദ്ദീഖ്. കാസർഗോഡ് 5 പേരാണുള്ളത് അല്ലേ? ആരൊക്കെയാ? മഞ്ചേശ്വരം AK അഷ്റഫ്, കാസർഗോഡ് കലക്ടർ മാഹിൻ ഹാജി, കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഉദുമ K നീലകണ്ഠൻ, തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ. ഏറ്റവും കൂടുതൽ MLA മാരുള്ള ജില്ല അറിയാവോ? മലപ്പുറം ജില്ല അല്ലേ. അവിടുത്തെ പേര് പറഞ്ഞു നോക്കാവോ? കൊണ്ടോട്ടി TP അഷ്റഫ് അലി, ഏറനാട് PK ബഷീർ, നിലമ്പൂര് ആര്യാടൻ ഷൗക്കത്ത് അലി, വണ്ടൂർ AP അനിൽകുമാർ, മഞ്ചേരി അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, മങ്കട മഞ്ഞളാങ്കുഴി അലി, മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി, താനൂര് PK നവാസ്, തിരൂരങ്ങാടി PMA സമീർ, വേങ്ങര KM ഷാജി, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, പൊന്നാനി KP നൗഷാദ് അലി, തവനൂർ ഓർമ്മയുണ്ടോ? തവനൂർ VS ജോയ്. ആലപ്പുഴ ജില്ലയോ? കുട്ടനാട് ഓർമ്മയുണ്ടോ? കുട്ടനാട് റജി ചെറിയാൻ. ഈ ഭൂരിപക്ഷമൊക്കെ നോക്കി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജയിച്ചാരാ? മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടി. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിനോ? മണയൂർ C രവീന്ദ്രനാഥ്. അങ്ങനെ നിരന്തരമായിട്ട് കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ടോ പണ്ടേ? ആരായി ഓർമ്മിക്കണമെന്നൊക്കെ പഠിപ്പിച്ചേക്കാരാ? അത് ഇമ്മി ഇത്തയും കുറച്ചും കൂടെ കൂടുതൽ പഠിപ്പിച്ചു തരും. മൊത്തം UDF എത്ര MLA മാരുണ്ട്? 102 MLA. LDF-നോ? 37 MLA. LDF-ൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു നോക്കാവോ? കണ്ണൂരിലെ കുറച്ച് പേരുടെ പേര്. കണ്ണൂര് മുഖ്യമന്ത്രി ആയിരുന്ന ആള് നമ്മൾ കണ്ണൂരാ ജയിച്ചത്. എവിടെയാ? പിണറായി വിജയൻ. ധർമ്മടം. പിന്നെ അവിടെ ആരൊക്കെ ഓർമ്മയുണ്ട് കണ്ണൂരിലെ? ധർമ്മടം പിണറായി വിജയൻ, മട്ടന്നൂർ VK സനോജ്. പേരാവൂർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പിന്നെ നമുക്ക് എറണാകുളത്ത് പറഞ്ഞു നോക്കിയില്ലേ? എറണാകുളത്ത് പെരുമ്പാവൂർ മനോജ് മുത്തേടൻ, അങ്കമാലി റോജി M ജോൺ, ആലുവ അൻവർ സാദത്ത്, കളമശ്ശേരി VE അബ്ദുൽ ഗഫൂർ, കൊച്ചി മുഹമ്മദ് ഷിയാസ്, പറവൂർ VD സതീശൻ, വൈപ്പിൻ ടോണി ചമ്മണി. ആരോഗ്യമന്ത്രി മത്സരിച്ച ആറന്മുളയാണ്. ആറന്മുള ആരാ ജയിച്ചത്? ആറന്മുള അബിൻ വർക്കി അല്ലേ? ഓക്കെ, എന്തായാലും പിന്നെ ഓർമ്മ കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുകയാണ് മുഹമ്മദ് തസീം. അതോടൊപ്പം തന്നെ MLA-മാരുടെ ആരെങ്കിലും അറിയാത്ത പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെ പിന്തുണ അറിയാത്ത പ്രശ്നമുണ്ടെങ്കിൽ ശരിക്കും തസീമിനെ വേണമെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും തസീമിൻ്റെ
ഈ ഒരു ഓർമ്മശക്തി എങ്ങനെയാണ് മാതാപിതാക്കളിലൂടെയുള്ള സ്വാഭാവികമായിട്ട് നമുക്കിത് അറിയാൻ പറ്റുക, അക്കാര്യം കൂടെ നമുക്ക് ചോദിക്കാം. എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുവാൻ? ചെറിയ കുട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അത് എൻ്റെ രണ്ടാമത്തെ മോളും അതേപോലെ തന്നെയായിരുന്നു. അവനെ സംബന്ധിച്ച് കഴിഞ്ഞ ടേമിൽ മോൾ ഇതേ കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനറിയാം അത്. അപ്പോൾ അവളുടെ സഹായത്തോടെ തന്നെയാണ് അവൻ പഠിക്കുന്നത്. നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന് പിറ്റത്തെ ദിവസം ബ്രദറാണ് പറയുന്നത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ വളരെ കൂളായിട്ട് അവൻ യെസ് പറയും. ഒരു വിത്തിൻ 2 days അവൻ കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി അതിലെ MLA-മാരെ കുറിച്ച് പഠിക്കുകയും അത് നമ്മൾ എങ്ങനെ ചോദിച്ചാലും ഇനി അവിടെ ഭൂരിപക്ഷം അതേപോലെ തന്നെ ഓരോ ജില്ലയിലും എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ, അതായത് അവർ പഠിക്കുന്ന സമയത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടെ അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം അവസരങ്ങളിലൂടെ അവരുടെ മെമ്മറൈസേഷൻ സ്കില്ല് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ അവരെ സംബന്ധിച്ച് അവരൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അവർക്ക് അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ എത്ര ചെറിയ അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും അത് നമ്മൾ പാരൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അവന് ഒരുപാട് സന്തോഷം കിട്ടാനുണ്ട്, ഒരുപാട് എനർജി കിട്ടാനുണ്ട്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മോന് കൊണ്ടോട്ടി മർക്കസുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, പേര് മുഹമ്മദ് തസീം. ഓക്കെ, മോനെ എന്തായാലും ഇത്ര ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. മോനെ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് മോൻ്റെ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എന്നാലും VD സതീശൻ സാർ ആവണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. ഒരു പേര് ഒരുപാട് കേട്ടിരിക്കുന്നത്? ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കഴിവുകളും ഇങ്ങനെ ഈ അർത്ഥത്തിൽ കൂടുതൽ വളരട്ടെ എന്നുകൂടി നമുക്ക് തസീം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുകൂടി ആശംസിക്കാം.